മുസ്ലിം ലീഗിനുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുകയാണ്. മുസ്ലിം ലീഗിൽ ഹരിത വിവാദത്തിൽ നടപടി നേരിട്ട MSF നേതാക്കളെ തിരിച്ചെടുത്തത് പാർട്ടിയിലെ മുതിർന്ന നേതാവിനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടാണെന്നാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ആരോപണം. മുസ്ലിം ലീഗിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ ഒരു വിവാദ പ്രശ്നമായിരുന്നു ഹരിത വിവാദം. മുസ്ലിം ലീഗിന്റെ സ്ത്രീവിരുദ്ധത അടക്കം മാധ്യമങ്ങളും സൈബർ ഇടങ്ങളും ഏറെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു ഹരിത വിവാദം. അന്ന് ലീഗിനെതിരെ വിമർശനമുന്നയിച്ച ഹരിത നേതൃത്വത്തെയും അതിനെ അനുകൂലിച്ച MSF നേതാക്കളെയും പാർട്ടി അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി നടപടി സ്വീകരിച്ചിരുന്നു. അങ്ങനെ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇവർക്കെതിരെയുള്ള നടപടി പിൻവലിച്ചു. മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് ശേഷം ലീഗ് നേതൃത്വം യൂത്ത് ലീഗിലും MSFിലും സംസ്ഥാന ദേശീയ കമ്മിറ്റികളിൽ ഭാരവാഹിത്വം നൽകുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ലീഗിനുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആരോപണം എന്തെന്നാൽ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയവരും അതുപോലെ തന്നെ ഭാരവാഹിത്വം സ്വീകരിച്ചവരും നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തിയെന്നാണ് സൈബർ ഇടങ്ങളിൽ എല്ലാം തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയിലെ മുതിർന്ന നേതാവിനെ സാമ്പത്തിക ഇടപാടുകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയാണ് അച്ചടക്ക നടപടി നേരിട്ടവർ അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോയവർ വീണ്ടും തിരിച്ചെത്തിയതും അവർ ഭാരവാഹിത്വങ്ങൾ സ്വന്തമാക്കിയതുമെന്നാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങൾ. അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തി ഒരാൾ 25 ലക്ഷം രൂപ കൈപ്പറ്റിയതായും സൈബർ ഇടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നുള്ള ആരോപണം പാർട്ടിയുടെ സോഷ്യൽ മീഡിയകളിൽ എല്ലാം തന്നെ ശക്തമായതോടെ നേതൃത്വം ഭീഷണിക്ക് വഴങ്ങി എന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം ഇപ്പോൾ നേതൃത്വത്തിനെ എതിർക്കുന്നുണ്ട്. നേതൃത്വത്തിനുള്ളിലും ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ലീഗ് കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ച ഇതാണ്. ലീഗുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഈ വിഷയം ചർച്ചയായതോടെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട്. അതോടൊപ്പം വിഭാഗീയതയിലേക്കും എത്തി നിൽക്കുന്നു. ലീഗിന്റെ ഗ്രൂപ്പുകളിലെല്ലാം ഒരു സന്ദേശം ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉന്നത ലീഗ് നേതാവിനെ ഒറ്റാതിരിക്കാൻ യൂദാസിന് 25 ലക്ഷം വെള്ളിക്കാശും ഭാരവാഹി പാക്കേജുമെന്ന തലക്കെട്ടോടുകൂടിയുള്ള സന്ദേശം ഇപ്പോൾ ലീഗിന്റെ എല്ലാ ഗ്രൂപ്പുകളിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടതിന് പിന്നാലെ ഹരിത നേതാക്കളെ തിരിച്ചെടുത്തതിനു പിന്നിലും മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാവിനെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അതുപോലെ EDയുമായി ബന്ധപ്പെട്ട കേസ് ഇവയെല്ലാം ഉപയോഗിച്ച് ലീഗിനെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പാർട്ടി ഗ്രൂപ്പുകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദേശത്തിൽ ഉന്നയിക്കുന്ന ആരോപണം. ഈ ആരോപണം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ ലീഗ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. മാത്രമല്ല, നേതാക്കൾക്കിടയിൽ കടുത്ത അതൃപ്തി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഒരു വിഷയം. അതായത് ഭീഷണിക്ക് വഴങ്ങി MSF നേതാക്കളെ തിരിച്ചെടുത്തത് അതൃപ്തി സൃഷ്ടിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, അങ്ങനെ ഭീഷണിക്ക് വഴങ്ങി നേതാക്കളെ തിരിച്ചെടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം നേതൃത്വത്തിനെതിരെ രംഗത്തുണ്ട്. മാത്രമല്ല, ഹരിത നേതാക്കൾക്കൊപ്പം തിരിച്ചെടുത്തവർക്ക് സ്ഥാനമാനങ്ങൾ കൂടി നൽകിയത് അതും ഒരു ഭീഷണിയുടെ ഭാഗമായാണ് എന്ന ആരോപണം ശക്തമാണ്. എന്തായാലും ലീഗിന്റെ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഇത്തരത്തിലൊരു സന്ദേശവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവമായിരിക്കെ ലീഗ് കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതേസമയം നടപടി നേരിട്ട MSF ഹരിത നേതാക്കൾക്ക് യൂത്ത് ലീഗിൽ ഉന്നത ചുമതല നൽകിയതിനെ ചൊല്ലി മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. തിരിച്ചു വന്ന നേതാക്കൾ പാർട്ടിക്കുണ്ടാക്കിയ പരുക്ക് ഗുരുതരമാണെന്ന് വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ് തുറന്നടിച്ചു. MSF ദേശീയ വൈസ് പ്രസിഡന്റാക്കിയ ലത്തീഫ് തുറയൂരിനെതിരെ പലയിടത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഫാത്തിമ തഹ്ലിയ, നജ്മ തബ്ഷിറ, മുഫീദ തസ്നി, ആഷിഖ് ചെലവൂർ, ലത്തീഫ് തുറയൂർ എന്നിവർക്ക് ഉന്നത പദവി നൽകിയതിനെ ചൊല്ലിയാണ് ഇപ്പോൾ പൊട്ടിത്തെറി. യൂത്ത് ലീഗ് നേതൃസ്ഥാനത്തേക്ക് ആദ്യമായി ഒരു വനിത എത്തിയതിലും അതൃപ്തി പ്രകടമാണ്. വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് നൂർബിന റഷീദ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: വിവാദമുണ്ടാക്കിയ ഹരിത നേതാക്കൾ പാർട്ടിക്കുണ്ടാക്കിയ പരുക്ക് ഗുരുതരമാണ്. ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകരെയും അവർ സ്ത്രീവിരുദ്ധരായി ചിത്രീകരിച്ചു. മാധ്യമങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും പാർട്ടിയെ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുത്തു.
വനിതാ ലീഗിനെ അടുക്കള ലീഗെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുവെന്നും നൂർബിന റഷീദ് കുറ്റപ്പെടുത്തി. അതിനിടെ MSF ദേശീയ വൈസ് പ്രസിഡന്റിന്റെ ചുമതല നൽകിയ ലത്തീഫ് തുറയൂരിനെതിരെ സേവ് മുസ്ലിം ലീഗ് എന്ന പേരിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഇവരെ തിരിച്ചെടുത്തതിൽ പ്രശ്നങ്ങളില്ലെന്നും എല്ലാം നേതൃത്വം ഇടപെട്ട് പരിഹരിച്ചുവെന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. MSFന്റെ വിദ്യാർത്ഥിനി വിഭാഗമായിരുന്ന ഹരിതയുടെ മുൻ നേതാക്കൾക്ക് യൂത്ത് ലീഗിൽ ഭാരവാഹിത്വം നൽകിയിരുന്നു. ഹരിത മുൻ സംസ്ഥാന അധ്യക്ഷയും MSF മുൻ ദേശീയ വൈസ് പ്രസിഡന്റുമായ ഫാത്തിമ താഹ്ലിയ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയായി. ഇതാദ്യമായാണ് യൂത്ത് ലീഗ് നേതൃസ്ഥാനത്തേക്ക് വനിതയെ നിയമിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈയൊരു നടപടി. ഹരിത വിവാദ കാലത്ത് നടപടി നേരിട്ട MSF നേതാക്കൾക്കും ഭാരവാഹിത്വം നൽകിയത് പക്ഷേ അതൃപ്തിക്ക് ഇടയാക്കി. അന്ന് MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ലത്തീഫ് തുറയൂരിനെ MSF ദേശീയ വൈസ് പ്രസിഡന്റായി നിയമിച്ചു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ലത്തീഫ് തുറയൂരിനെ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായിരുന്നു തിരിച്ചെടുത്തത്. യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയിലേക്ക് ആഷിഖ് ചെലവൂരിനെ നിയമിച്ചു. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റായാണ് നിയമിച്ചത്. കൂടാതെ മുൻ ഹരിത നേതാവായ മുഫീദ തസ്നിയെയും വൈസ് പ്രസിഡന്റാക്കി. മറ്റൊരു നേതാവായ നജ്മ തബ്ഷീറയാണ് പുതിയ ദേശീയ സെക്രട്ടറി ആയത്. MSF സംസ്ഥാന നേതൃത്വം ഉയർത്തിയ എതിർപ്പ് തള്ളിയാണ് പുറത്താക്കപ്പെട്ടവരെ ലീഗ് നേതൃത്വം തിരിച്ചെടുത്തത്. ഹരിതയുടെ നേതാക്കൾക്കെതിരെ നേരത്തെ സ്വീകരിച്ച അച്ചടക്ക നടപടികൾ നേരത്തെ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം പിൻവലിച്ചിരുന്നു. എന്നാൽ ഹരിത നേതാക്കൾക്കൊപ്പം നടപടി നേരിട്ട MSF നേതാക്കളെ തിരിച്ചെടുക്കുന്നതിൽ MSF സംസ്ഥാന നേതൃത്വം കടുത്ത അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. എന്നാൽ ഈ എതിർപ്പ് മുസ്ലിം ലീഗ് നേതൃത്വം തള്ളുകയായിരുന്നു. 2021 ജൂൺ 22 കോഴിക്കോട് നടന്ന MSF സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ MSF സംസ്ഥാന പ്രസിഡന്റായിരുന്ന PK നവാസ് ഹരിത സംഘത്തെ അഭിസംബോധന ചെയ്ത സംഭവമായിരുന്നു ഹരിത MSF തർക്കത്തിലേക്ക് വഴിവെച്ചത്. സംഘടനയെ സംബന്ധിച്ച വിഷയത്തിൽ അഭിപ്രായം പറയവേ വേശ്യയ്ക്കും വേശ്യയുടേതായ ന്യായീകരണം ഉണ്ടാകുമെന്ന് നവാസ് വിമർശിച്ചതിനെതിരെ ഹരിത അംഗങ്ങൾ രംഗത്തെത്തുകയായിരുന്നു. തുടർന്ന് നവാസിനെതിരെ ഹരിത നേതാക്കൾ വനിതാ കമ്മീഷനിൽ പരാതി നൽകി. പരാതി പിൻവലിക്കാൻ മുതിർന്ന ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും PK നവാസ് അടക്കമുള്ള MSF നേതാക്കൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന നിലപാടിൽ ഹരിത നേതാക്കൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. പാർട്ടി അച്ചടക്ക നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുകൂടി അത് കേൾക്കാതെ പരാതി നൽകിയത് ലീഗ് നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു. പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഇടപെട്ടിട്ട് പോലും പരാതി പിൻവലിക്കാൻ പോലും തയ്യാറായില്ല. ഇതോടെ ലീഗ് ഇടപെട്ട് ഹരിത എന്ന സംഘടന പിരിച്ചുവിടുകയും ചെയ്തു. ഇവർക്കൊപ്പം നിന്ന MSF നേതാക്കൾക്കെതിരെയും നടപടി സ്വീകരിച്ചിരുന്നു. ഈ വിവാദങ്ങളെല്ലാം തന്നെ കെട്ടടങ്ങിയപ്പോൾ ഇവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ്. എന്തായാലും വിവാദങ്ങൾ ഒതുങ്ങിയെന്ന് കരുതിയപ്പോൾ വീണ്ടും ഒരു പൊട്ടിത്തെറിയാണ് ലീഗിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നത്.